ടി അൻവർ ഇന്നലെ മുഖ്യമന്ത്രിയെ കണ്ടു. നമ്മുടെ പ്രധാനപ്പെട്ട ഒരു മാധ്യമം എഴുതി കാണിച്ചത് വന്നു കണ്ടു കീഴടങ്ങി എന്നാണ്. കീഴടക്കി എന്നല്ല. അൻവർ കീഴടങ്ങിയോ? എലിയെപ്പോലെ ഓടിപ്പോയോ? എനിക്കത് തോന്നുന്നില്ല. കാരണം അൻവർ മുഖ്യമന്ത്രിയെ കീഴടക്കിക്കളയും എന്നൊന്നും അവകാശപ്പെട്ടിരുന്നില്ല. അൻവറിൻ്റെ പത്രസമ്മേളനം, സുദീർഘമായ പത്രസമ്മേളനം, അതിൽ അദ്ദേഹം പറഞ്ഞത് ഞാൻ മുഖ്യമന്ത്രിയെ രക്ഷിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഈ രീതിക്ക് പോയി കഴിഞ്ഞാൽ ഇവരെല്ലാം കൂടെ മുഖ്യമന്ത്രിയെ വിഴുങ്ങും. അദ്ദേഹത്തിൻ്റെ മൂക്കിന് താഴെ നടക്കുന്ന പല കാര്യങ്ങളും അദ്ദേഹം അറിയുന്നില്ല, അദ്ദേഹത്തിൻ്റെ സമ്മതത്തോടെയുമല്ല. അതുകൊണ്ട് ഞാൻ രംഗത്തിറങ്ങുന്നു. അങ്ങനെ വരുമ്പോൾ പിണറായി ഒരു ദുർബലനായ മുഖ്യമന്ത്രിയാണെന്നല്ലേ പറഞ്ഞു? ദുർബലനല്ല, ഇൽ ഇൻഫോംഡ് എന്ന് പറയുന്നത്. കാര്യങ്ങൾ അദ്ദേഹത്തിന് ഫീഡ്ബാക്ക് കിട്ടുന്നില്ല. അത് അൻവറിന് നേരിട്ട് കൊടുക്കാനുള്ള പ്രൊവിഷനൊക്കെ സ്വാധീനമുണ്ട്. ഈ കുറച്ചുകൂടെ ഒരു ഹയർ ഡയമെൻഷൻ അതിന് കിട്ടാനായിട്ട് അൻവർ അത് പൊതുരംഗത്ത് അവതരിപ്പിക്കുന്നു. അപ്പോൾ അത് വലിയ വാർത്തയായി, ചർച്ചയും ബഹളമൊക്കെ ആയി. അപ്പോൾ മുഖ്യമന്ത്രി ഒരു പ്രിയോറിറ്റി കൊടുക്കും അതിന്. എന്താണോ ബഹളം, എന്താ പ്രശ്നം, തമാ. അപ്പോൾ അൻവർ പോവും. സഖാവ് ഇന്ന മാതിരിയാണ് പ്രശ്നങ്ങൾ, ഇതൊന്നും സഖാവ് അറിയുന്നില്ല, 1-2 സ്ഥലത്ത് സഖാവ് ഒപ്പിട്ടിരിക്കുന്നു, ഇതൊക്കെ ഇവന്മാരുടെ കള്ളത്തരമാണ്, നോക്കിയേ ഈ വോയിസ് വിട്ട് നോക്ക്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കൺവിൻസ് ചെയ്യാൻ അൻവറിനെ ഒരു ഈ ഇഷ്യൂ റേസ് ചെയ്യുക എന്ന് പറയില്ല. ഇഷ്യൂ ആണ്. എന്താ ഇഷ്യൂ റേസ് ചെയ്യുക എന്ന് പറയാൻ? ഇഷ്യൂ ഉയർത്തുക, സോ ദാറ്റ് അതിനൊരു വിസിബിലിറ്റി ഉണ്ടാകും പബ്ലിക്കിൽ. ഇതാണ് അൻവർ ചെയ്തത്. പക്ഷേ അതത്ര നിഷ്കളങ്കമാണ്. ടി പറയുന്നതുകൊണ്ട് എനിക്ക് അത്ര യോജിപ്പില്ല. കാരണം അറിയോ, ഇതിലൂടെ വലിയൊരു ഡാമേജ് ഉണ്ടാകുന്നു. ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രിയുടെ നിയന്ത്രണത്തിലല്ല എന്ന് പറയുന്നു. ആഭ്യന്തര വകുപ്പിനെ പ്രതിച്ഛായ മോശമാകുന്നു. പ്രത്യക്ഷമായിട്ട് തന്നെ പാർട്ടിക്ക് ക്ഷീണമുണ്ടാകുന്നു. ശശി എന്ന് പറയുന്ന ആൾ CPM സംസ്ഥാന കമ്മിറ്റിയുടെ നോമിനിയാണ്, പിണറായി വിജയൻ്റെ പ്രിയപ്പെട്ട ആളാണ്. അപ്പോൾ പാർട്ടിക്ക് പരിക്കേൽക്കുന്നു. ഇതൊക്കെ ഉണ്ടാകുന്നത് നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ പാർട്ടി സമ്മേളനങ്ങൾ തുടങ്ങുമ്പോഴാണ്. അപ്പോൾ അൻവർ അത്ര നിഷ്കളങ്കമായി മുഖ്യമന്ത്രിയുടെ അറ്റൻഷൻ പിടിച്ചു കിട്ടാൻ നിരുപദ്രവകരമായ ഒരു കാര്യമാണോ ചെയ്തത്? ഇല്ല, ഈ പാർട്ടി സമ്മേളനങ്ങളിൽ ഇത് പ്രതിഫലിക്കണം എന്ന് അൻവർ ആഗ്രഹിച്ചാൽ അതിൽ തെറ്റില്ലല്ലോ. കാരണം അൻവർ പാർട്ടിക്കാരനല്ല. അൻവർ പാർട്ടി ഇതാണ്, സപ്പോർട്ടറാണ്. അപ്പോൾ അൻവറിന് ഈ പറഞ്ഞ ബ്രാഞ്ച് സമ്മേളനം, ഏരിയ സമ്മേളനം, ജില്ലാ സമ്മേളനം, ഇതിലൊന്നിലും അൻവറിന് പ്രവേശനമില്ല. സംസ്ഥാന കമ്മിറ്റിയിൽ പ്രവേശനമില്ല, എങ്ങുമില്ല. അപ്പോൾ പിന്നെ അൻവർ എന്താ ചെയ്യുക? ഇത് ഉയർത്തിക്കൊണ്ടുവരിക. ഇത് ചർച്ചയാവണം എന്ന് അൻവർ ആഗ്രഹിച്ചാൽ അതിൽ തെറ്റെന്താ? പാർട്ടി സമ്മേളനങ്ങളിൽ ഇത് ചർച്ചയാവണം, ആയിക്കോട്ടെ എന്ന്. അൻവറിൻ്റെ ഭാഗത്തു നിന്ന് അൻവറിൻ്റെ പോയിൻ്റ് എന്താണ്? പിണറായി വിജയൻ അറിയാതെ ഒരു കോക്കസ് പിണറായി വിജയൻ്റെ കീഴിൽ രൂപപ്പെട്ടിരിക്കുന്നു. അത് സാധാരണഗതിയിൽ ചെവിക്ക് ചെവി പറയുകയോ എഴുതി കൊടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിന് വേണ്ട ഇമ്പോർട്ടൻസ് കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് അൻവർ അത് പബ്ലിക്കാക്കുന്നു. പബ്ലിക്കിൽ വിവാദമായി കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ പതിയുന്നു. അൻവർ ഈ കടലാസ് പിണറായി വിജയന് കൊണ്ടുപോയി കൊടുത്തു, MV ഗോവിന്ദനും കൊണ്ടുപോയി കൊടുത്തു. നമ്മൾ ആരെങ്കിലും അറിയുമോ? അതൊരു ഇഷ്യൂ ആകുമോ? കൂടി വന്നാൽ ഗോവിന്ദൻ പിണറായിയോട് പറയും, അൻവർ ഒരു കടലാസൊക്കെ തന്നിട്ടുണ്ടല്ലോ, എനിക്കും തന്നു, കുറേ കാര്യങ്ങളുണ്ടല്ലോ സഖാവേ അതിൽ, നോക്കാമെന്ന്, ഈ സമ്മേളന സംഗതിയൊക്കെ കഴിയട്ടെ, ഇനിയിപ്പോൾ അതിൻ്റെ നടുക്ക് ഇതിട്ട് കളിക്കണ്ട, അവിടെ വെച്ചു എന്ന് വരും. ഈ ഒരു സിറ്റുവേഷൻ മുൻകൂട്ടി കണ്ടിട്ടായിരിക്കണം അൻവർ ഇത് പബ്ലിക്കാക്കി എല്ലാവരും അറിഞ്ഞു കഴിയുമ്പോൾ പിന്നെ ഇത് ഞാൻ കൊടുത്തിട്ടില്ല, കണ്ടില്ല, എപ്പോൾ, എന്നന്മാർ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഒതുങ്ങുമല്ല. മറ്റേ സൈഡിന് കൗണ്ടർ ഓപ്പറേഷൻ നടത്താനുള്ള സമയവും ഉണ്ടാവില്ല. അൻവർ പറയുന്നുമില്ല, ഞാൻ വളരെ ശക്തന്മാരുമായിട്ടാണ് ഇടപെടുന്നത്, ആയുസിൻ്റെ ബലമുണ്ടെങ്കിൽ, ദൈവം കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ജയിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഞാൻ തീർന്നു പോകും ഇടയ്ക്ക് വെച്ച്. ഇത് അൻവർ പറയുന്നുണ്ട്. അപ്പോൾ അൻവറിന് അറിയാം ആരുമായിട്ടാണ് അൻവർ ഏറ്റുമുട്ടുന്നത്. P ശശി, മറ്റേ അജിത് കുമാർ, ഇവർ കുഴപ്പക്കാരാണെന്ന് എനിക്കറിയില്ല കേട്ടോ. അൻവറിൻ്റെ ഭാഗത്തു നിന്നുള്ള അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ വരാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ പാർട്ടിക്കുള്ളിൽ ആക്സസ് ഇല്ല. ഡയറക്റ്റ് ഒരു കംപ്ലൈൻറ്റ് എന്ന് പറയാൻ
ഈ സീരിയസായ തെളിവുകളൊന്നും അൻവറിൻ്റെ കയ്യിലുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ പിന്നെ ഇത് പരസ്യപ്പെടുത്തി ഇവരെ ഈ പ്രിയംറ്റീവ് സ്ട്രൈക്ക് എന്ന് പറയും, ഇവർ ഒരുങ്ങി വരുന്നതിന് മുമ്പ് അങ്ങോട്ട് അടിക്കുക. ആ അടിയാണ് അൻവർ കൊടുത്തത്. അതിൽ അങ്ങനെ സക്സസ്ഫുൾ ആയില്ലേ. അടി കൊടുക്കാനുള്ള അടി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് കയ്യിലുള്ളത് മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറിക്കും കൊടുത്തു വീട്ടിൽ പോയി. അൻവറിൻ്റെ പണി കഴിഞ്ഞോ? പക്ഷേ CPM-നും സർക്കാരിനും ഉണ്ടായ ഒരു പ്രതിച്ഛായ നഷ്ടമോ? പ്രതിച്ഛായ നഷ്ടം മാറ്റിയെടുക്കണം എന്നാണ് അൻവറിൻ്റെ ആവശ്യം. ആ ആവശ്യത്തിൽ പരോക്ഷമായിട്ട് അൻവർ പറയുന്നത്, പ്രത്യക്ഷമായിട്ടല്ല പരോക്ഷമായിട്ട് പറയുന്നത്, ADGP MR അജിത് കുമാറിനെ മാറ്റി നിർത്തുക സ്ഥാനത്ത് നിന്ന്, P ശശിയെ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുക. അപ്പോൾ പാർട്ടിയുടെ വിട്ടുപോയ പ്രതിച്ഛായ തിരിച്ചു കിട്ടും. ഇതാണ് പാർട്ടി ചെയ്യേണ്ടത്. പക്ഷേ ഈ ആരോപണം അന്തരീക്ഷത്തിൽ നിൽക്കെ തന്നെ മുഖ്യമന്ത്രി ADGP അജിത് കുമാറുമായി വേദി പങ്കിട്ടു. ശരി, ആയിക്കോട്ടെ. ബട്ട് അൻവറിൻ്റെ ഡ്യൂട്ടി അൻവർ ചെയ്തു. അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യപ്പെട്ടില്ല എന്ന് വെച്ചോ. അൻവർ ഈ പറയുന്ന രീതിയിൽ ADGP അജിത് കുമാറിനെ മാറ്റിയില്ലല്ലോ പിണറായി. അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ഷെയ്ഖ് ദർവേസ് സാഹിബാണ് അന്വേഷിക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അജിത് കുമാറിന് താഴെയുള്ള ഓഫീസേഴ്സിൻ്റെയും സഹായം എടുക്കേണ്ടി വരും. താഴെയുള്ള ഓഫീസർ മുകളിലുള്ള ഓഫീസറിനെതിരായിട്ട് റിപ്പോർട്ട് കൊടുക്കുമോ? ഇല്ല എന്നാണ് വയ്പ്പ്. അപ്പോൾ പിന്നെ അതാകെ വഷളാകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അജിത് കുമാർ സ്വയം മാറി നിൽക്കുകയോ അവധി എടുത്തു പോകുകയോ ഒക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. P ശശി പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്തു നിന്ന് മാറ്റുന്നു എന്ന് പറഞ്ഞാൽ ഈ ബഹളത്തിൻ്റെ നടുക്ക് മാറ്റില്ല. ഇപ്പോൾ ഈ സമ്മേളനം പോയിട്ട് ഫെബ്രുവരിയിലോ മറ്റോ ആണ് സംസ്ഥാന സമ്മേളനം. ആ ഫെബ്രുവരി സംസ്ഥാന സമ്മേളനത്തിൻ്റെ തീരുമാനം അനുസരിച്ച് ശശി മാറുന്നു. ചോദിച്ചാൽ സംസ്ഥാന സമ്മേളനത്തിൻ്റെ തീരുമാനം അനുസരിച്ച് ഇത് വന്നപ്പോൾ ശശിയെ മാറ്റി വേറെ നാരായണനെ വെച്ചു എന്ന് പറയാം. ശശി മാറുമെന്ന് രീതി കരുതുന്നുണ്ടോ? മാറാതിരിക്കാൻ ന്യായമൊന്നുമില്ല. അല്ല, ഇപ്പോൾ വന്നിരിക്കുന്ന അൻവർ ഉയർത്തിയ ഈ വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ മാറുമെന്നാണ്. പശ്ചാത്തലത്തിലായിരിക്കും മാറുന്നത്. പക്ഷേ പശ്ചാത്തലത്തിൽ മാറി എന്ന് പറയാനിട കൊടുക്കില്ല. അത് വീണ്ടും പാർട്ടിക്കൊരു ഡാമേജ് ആണല്ലോ, അഥവാ ഡാമേജ് ആണെന്ന് പാർട്ടി കരുതുന്നു. ഇപ്പോൾ മാറ്റിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. സംസ്ഥാന സമ്മേളനം വരുമ്പോൾ ആ റൊട്ടേഷൻ വൈസ് നമ്മൾ പലരെയും മാറ്റി. ശശിയെ മാത്രമല്ല, ഇന്നയാളെ മാറ്റി, മറ്റയാളെ മാറ്റി. LDF കൺവീനറെ മാറ്റിയില്ലേ? അതുപോലെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ മാറ്റി, ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയെ മാറ്റി, തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയെ മാറ്റി, മറ്റേയാളിനെ ഇങ്ങനെ പല മാറ്റങ്ങൾ വന്നു. കൂടെ ശശി മാറി. അല്ല, അത് അൻവർ കാരണമൊന്നുമല്ല. ഏതെങ്കിലും സംഘടനാ ചുമതല കൊടുത്തൊന്നും വരാം വേറെ എന്തെങ്കിലും ഒക്കെ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ TG പറഞ്ഞ ഞാൻ ബേസിക്കലി ആൻസർ ചെയ്യുന്നത് ഈ അൻവർ എലിയായി മാറി എന്നുള്ള ഒരു കമൻ്റ് ഉണ്ടല്ലോ മാധ്യമങ്ങളിൽ, അത് ശരിയല്ല എന്നാണ്. എന്താണ് അൻവർ എന്ത് ചെയ്യും എന്നാണ് നിങ്ങൾ പ്രതീക്ഷിച്ചത്? പിണറായി കയറി തല്ലുവന്നോ? അതോ ADGP MR അജിത് കുമാറിനെ വഴിയിലിട്ട് ചവിട്ടുവന്നോ? എന്താ പ്രതീക്ഷിച്ചത്? ഈ എലിയായി മാറി എന്നൊരു കമൻറ്റ് അൻവറിനെ പറ്റി മാധ്യമങ്ങൾ നടത്താൻ എന്താ കാര്യം? അല്ല, മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം അതിനു മുമ്പുണ്ടായിരുന്ന പോലെ അഗ്രസീവായിട്ട് അൻവർ സംസാരിക്കുന്നില്ല. സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ. അഗ്രസീവ്നെസ്സിൻ്റെ അങ്ങേയറ്റമാണ് മുഖ്യമന്ത്രി എപ്പോഴുള്ള കാഴ്ച. അത് കഴിഞ്ഞിട്ട് ഒരു കുന്നിൻ്റെ ഏറ്റവും മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ താഴത്തേക്കല്ലാതെ മുകളിൽ കയറാൻ പറ്റുമോ? ഇതൊക്കെ ഞാൻ അഗ്രസീവ്നെസ് എന്ന് പറയുന്നത് എവിടം വരെ? മുഖ്യമന്ത്രി വരെ. അതിനപ്പുറത്ത് ആളില്ലല്ലോ. പിന്നെ എന്താ അഗ്രസീവ്? അല്ല, മുഖ്യമന്ത്രിയെയും ഗോവിന്ദനെയൊക്കെ ഇതിനു മുമ്പ് എത്രയോ തവണ അൻവർ കണ്ടിട്ടുണ്ടാവും, ഇനിയും കാണാൻ കഴിയും. കണ്ടിട്ടുണ്ടെന്ന് ഞാൻ ഈ പറഞ്ഞ ഇക്വേഷനാണ്. ദാറ്റ് ഈസ് വൈ യു ആർ റേസിങ് ദ ഇഷ്യൂ, അല്ലെങ്കിൽ മേക്കിംഗ് ദ ഇഷ്യൂ ആണ്. ഒരു ഇഷ്യൂ നിങ്ങളുടെ കയ്യിലുണ്ട്, അത് ഹയർ അധികാരിയെ അറിയിച്ചു, എൻ്റെ ജോലി കഴിഞ്ഞു. ഒരു ഇഫക്റ്റും ഉണ്ടാവുന്നില്ല, ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം അൻവർ തന്നെ പറഞ്ഞല്ലോ, ഇവർ പരമശക്തന്മാരാണ്, വലിയ കോക്കസാണ്. അപ്പോൾ അതിലിങ്ങനെ സൈലൻ്റ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് ഇവരുടെ രണ്ടുപേരുടെയും ശക്തി പിണറായി വിജയനല്ലേ? ആയിരിക്കാമല്ലോ. കാരണം പിണറായി വിജയൻ, അൻവറിൻ്റെ ദൃഷ്ടിയിൽ പിണറായി വിജയൻ ഇത് അറിയുന്നില്ല, അല്ലെങ്കിൽ ഇതിൻ്റെ ഗൗരവം പുള്ളിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അറിയിച്ചു. ഇനി അറിയിച്ചതിനകത്ത് ഈ അൻവറിൻ്റെ കയ്യിലുണ്ട് എന്ന് അൻവർ പറയുന്നത് ഇതൊന്നും വലിയ തെളിവുകളല്ല. അൻവറിൻ്റെ കൗണ്ടർ നമുക്കൊന്ന് ആലോചിച്ചു. എന്ത് സംഭവിച്ചു എന്നാണ് അൻവർ ബഹളം വയ്ക്കുന്നത്?
ക്രിമിനൽ ആംഗിളിൽ നമ്മൾ നോക്കുമ്പോൾ അൻവർ ഒരു എസ് പിയുടെ ഫോൺ റെക്കോർഡ് ചെയ്തു. അത് ചെയ്തുകൂടാത്തതാണ്. ഒരു ബ്രീച്ച് ഓഫ് ട്രസ്റ്റാണ്. പലരും ആ എസ് പിയെ കുറ്റം പറയുന്നു, അങ്ങനെ കെഞ്ചി സംസാരിച്ചൊക്കെയാണ്. എന്തുമായിക്കോട്ടെ, അത് മറ്റാരും കേൾക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ടാണ് ആ മനുഷ്യൻ അങ്ങനെ തുറന്ന് സംസാരിക്കുന്നത്. അങ്ങനെ തന്നെ വിശ്വസിച്ച ഒരാൾ സംസാരിക്കുമ്പോൾ അയാളെ വഞ്ചിക്കുന്ന നടപടിയല്ലേ ആ വോയിസ് ക്ലിപ്പ് പുറത്തു വിട്ടതിലൂടെ അൻവർ ചെയ്തത്. എന്നിട്ട് അൻവർ നാട്ടുകാരോട് മാപ്പ് പറയുന്നു. എനിക്ക് മറ്റ് നിവൃത്തിയില്ലാതെ പോയി, അതുകൊണ്ട് മറ്റ് നിവൃത്തിയില്ലാതെ പോയി എന്ന് വിചാരിച്ചിട്ട് ഒരു പ്രൈവറ്റ് കോൺവെർസേഷൻ പുറത്തു വിടുന്നത് ഒരു സംസ്കാരശൂന്യതയാണ്. അതിനെന്ത് ന്യായം പറഞ്ഞു കഴിഞ്ഞാലും അൻവർ അത് ചെയ്തുകൂടായിരുന്നു. ഈ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താ, അൻവറിനെ ഇനി പച്ച വെള്ളത്തിന് ആരെങ്കിലും വിശ്വസിക്കുമോ? അൻവർ ആരെങ്കിലും ഫോൺ ചെയ്യുന്നു, അല്ലെങ്കിൽ അൻവരെ വിളിക്കും, അവൻ്റെ പുലിവാല അങ്ങനെ വല്ല റെക്കോർഡ് ചെയ്തിട്ട് അതോ ഇതൊക്കെ. സുനിൽ, നമ്മളൊക്കെ ഫോൺ എടുത്ത് നേരെ സംസാരിക്കുന്നവരാണ്. ദേഷ്യം വന്നാൽ ദേഷ്യപ്പെടും, ചിരി വന്നാൽ ചിരിക്കും. ചിലപ്പോൾ എനിക്കെതിരെ സുനിലൊരു മോശം കമൻറ്റ് പറഞ്ഞു എന്ന്, അത് എന്നോടൊരു ബഹുമാനം ഇല്ലാഞ്ഞിട്ടോ അങ്ങനെയൊന്നുമല്ല, ആ സമയത്തങ്ങ് വായിൽ വന്നു പറഞ്ഞു. ഇതെടുത്തിട്ട് മറ്റേ ആൾ ആ വോയിസ് ക്ലിപ്പ് പരസ്യപ്പെടുത്തുക, എനിക്ക് അയച്ചു തരികയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്താ അതൊക്കെ മര്യാദയാണ്? ചെയ്യാമോ? അത് എൻ്റെ അടുത്ത് പല ഇതുപോലത്തെ സാധനങ്ങൾ വരാറൊക്കെ ഉണ്ട്. ഞാനത് പുറത്താർക്കും കൊടുക്കാറില്ല. പക്ഷേ ഈ ചെയ്യുന്ന ആളിനെ പറ്റിയാണ് എൻ്റെ ഇമ്പ്രഷൻ അങ്ങ് താഴെ പോകുന്നത്. എന്നെപ്പറ്റി വേറൊരാൾ പറഞ്ഞ കമൻറ്റ് ഇയാൾ എനിക്ക് ചോർത്തി തരുമ്പോൾ എനിക്ക് അത് ഇയാളെ പറ്റിയുള്ള വിശ്വാസമാണ് ഇല്ലാതാകുന്നത്. ഇതുപോലെ ഞാൻ പറഞ്ഞ എന്തെങ്കിലും കാര്യം അയാൾ അപ്പുറത്തും പറയുന്നുണ്ടാവും. അതെ, തീർച്ചയായും. മനുഷ്യരാരും ഇങ്ങനെ കരുതലോടെ ശ്വാസം പിടിച്ച് ശബ്ദധാരാവലി വായിച്ച് വ്യാകരണ ദൃഷ്ടിയൊക്കെ കറക്റ്റാക്കിയൊക്കെ സംസാരിക്കുന്നവരല്ല. അതുപോലെയാണ് ഈ എസ് പി. പാലക്കാട് എസ് പിയെ പറ്റി പറഞ്ഞു, മലപ്പുറത്ത് ഇപ്പോൾ ഇരിക്കുന്ന എസ് പി, ഇതിന് മുമ്പുണ്ടായിരുന്ന എസ് പി, അത് ഇതൊക്കെ പുള്ളി പറഞ്ഞു, ഒരു ഉത്തമ വിശ്വാസത്തിൽ പറഞ്ഞതാണ്. അത് കോടതിയിൽ തെളിവുമല്ല. കോടതിയിൽ നിങ്ങൾ ഈ വോയിസ് ക്ലിപ്പ് കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആൾ തന്നെ പറഞ്ഞു, ഞാനത് എപ്പോഴത്തെ ആവേശത്തിന് പറഞ്ഞു, അല്ലാതെ അതിനകത്ത് കഥയൊന്നുമില്ല, എല്ലാ സ്ഥലത്തു നിന്നും കാശുണ്ടാക്കുന്ന ആളാണ് ADGP എന്ന് പറഞ്ഞു. ഒരു തെളിവൊന്നുമല്ല, ഒരു കമൻ്റാണത്. അത് കോടതിയിൽ വന്നു കഴിഞ്ഞാൽ പറയും, ഞാനെന്നപ്പം അങ്ങനെ ആ ഒരു മൂഡിൽ ഞാനങ്ങനെ പറഞ്ഞെന്നുള്ളൂ, അത് ഐ എം നോട്ട് സീരിയസ് അബൌട്ട് ദാറ്റ്. എൻ്റെ കയ്യിൽ തെളിവില്ല, ഒന്നുമില്ല. ഒരു പ്രൈവറ്റ് ടോക്കിൽ ഞാൻ പറഞ്ഞ കാര്യമാണ്. അൻവറിൻ്റെ ചീട്ടുകൊട്ടാരം പോലെ ഈ സാധനം എല്ലാം തകർന്നു പോകും. അൻവറിൻ്റെ തെളിവുകളുടെ ദൗർബല്യം ഭീകരമാണ്. അൻവർ വിചാരിക്കുന്നത് ഇതെന്തോ വലിയ സാധനം. പൊതുവിൽ കേരളത്തിലൊരു ധാരണയുണ്ട്, വോയിസ് ക്ലിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ജയിക്കില്ല. വോയിസ് ക്ലിപ്പ് മാത്രം വെച്ചിട്ട് നിങ്ങൾക്കൊരു ക്രിമിനൽ കേസ് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. ഈ വോയിസ് ക്ലിപ്പിൻ്റെ ഉടമസ്ഥൻ ഇത് ശരിയാണെന്ന് പറഞ്ഞാൽ പോലും അത് തെളിയിക്കാൻ നിങ്ങളുടെ കയ്യിൽ വേറെ ഒന്നുമില്ല. എല്ലായിടത്തും ADGP കൈയിട്ട് വരുന്നു എന്ന് പറഞ്ഞാൽ അതിനൊരു തെളിവ് വേണ്ടേ? കേരളത്തിൽ പൊതുവെ ഒരു ധാരണയുണ്ട്, ഒരു വോയിസ് ക്ലിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ കേസ് ജയിച്ചു എന്ന്. നിങ്ങൾ ജയിക്കില്ല. ഈ വോയിസ് ക്ലിപ്പ് പറഞ്ഞ ആളിനെ വേണമെങ്കിൽ തള്ളിപ്പറയാം. ഇനി പറഞ്ഞ ആൾ പറഞ്ഞു, അതിൽ ഉറച്ചു നിൽക്കുന്നു, അതെ എൻ്റെ ശബ്ദമാണ്, ഞാനിത് പറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ പോലും വോയിസ് തെളിവാകുന്നത് എങ്ങനെയാണ്? ഞാൻ കള്ളനാണ് എന്ന് സുനിൽ വേറൊരാളിനോട് സംസാരിച്ചു, ആ വോയിസ് ക്ലിപ്പ് ഞാൻ കട്ടു എന്നുള്ളതിന് തെളിവാകുന്നത് എങ്ങനെയാണ്? സുനിൽ അയാളോട് പറഞ്ഞു എന്നുള്ളതിന് തെളിവുണ്ടെന്നേ ഉള്ളൂ, ഞാൻ കട്ടു എന്നുള്ളതിന് തെളിവല്ല. അത് ഇത് മനസ്സിലാക്കാതെയാണ് ആൾക്കാർ വോയിസ് ക്ലിപ്പ് അത് ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. പിന്നെ ഇതുപോലത്തെ ഈ പീഡന പരാതിയിൽ ഇതിലൊക്കെ ഈ സാധനം ക്രിട്ടിക്കലായിട്ട് വരും. കാരണം അവർ ഡയറക്റ്റ് വാദിയും പ്രതിയും തമ്മിലുള്ള സംഭാഷണമാണ്. ഇപ്പോൾ ഈ പറഞ്ഞ SP വോയിസ് ക്ലിപ്പ് അദ്ദേഹം ഒരു മണൽ വാരൽ സംഘവുമായിട്ടാണ് നടത്തുന്നത് വെച്ചോ, എത്ര അത് ഒരു 20 പോരെ സാറേ? 20 നടക്കുമൊന്നുമില്ല, 50 വേണം. പക്ഷേ 50,000 പ്രശ്നമാണ്, വലിയ പ്രശ്നമാണ്. അല്ലാത്തത് പ്രശ്നമല്ല. അത് മനസ്സിലാക്കാതെ ആൾക്കാർ ബഹളം വയ്ക്കുന്നേ ഉള്ളൂ. അൻവറും ധരിക്കുന്നത്, എനിക്ക് തോന്നുന്നില്ല അൻവറിൻ്റെ കയ്യിൽ ഈ വോയിസ് ക്ലിപ്പുകളല്ലാതെ വേറെ എന്തെങ്കിലും തെളിവുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ മറ്റേ മരം വെട്ടിയതിൻ്റെ വല്ല തെളിവുണ്ടാകും. ടെൻഡർ കൊടുത്തു 50,000 രൂപ, പിന്നെ അത് 20,000 രൂപയാക്കി. അതിനവർക്ക് സാങ്കേതികമായി ന്യായവും പറയാനുണ്ടാവും. ആഫ്റ്റർ ആൾ എന്ത് വരാനാണ് ഈ 50,000 20,000 എന്നൊക്കെ പറയുന്നത്? ആ കറപ്ഷൻ കേസൊന്നും ഫൈനലി എങ്ങും എത്താതെ അങ്ങ് പോകും. അപ്പോൾ DG, ഇപ്പോൾ നമ്മളിപ്പോൾ സംസാരിച്ചതിൻ്റെ രത്ന ചുരുക്കം എന്ന് പറഞ്ഞാൽ
അൻവർ ഉന്നയിച്ച ആക്ഷേപങ്ങളിൽ ഇന്നല്ലെങ്കിൽ നാളെ പാർട്ടി സമ്മേളനങ്ങളിൽ തീരുന്ന മുറയ്ക്കൊരു നടപടി ഉണ്ടാവും, ശശി മാറാം, അജിത് കുമാർ മാറാം എന്നാണോ? മാറാതെയും ഇരിക്കാം. അത് ഈ അൻവർ പറഞ്ഞ പോലെ അവരാണ് ശക്തന്മാരെന്ന് വയ്ക്കുക, അവർ മാറില്ല. മാറില്ല എന്ന് മാത്രമല്ല, അൻവറിനെ അവർ ഉപദ്രവിക്കാനും തുടങ്ങും. അതാണ് അൻവർ മുൻകൂർ ജാമ്യം എടുത്തത്. അവർ വലിയ ശക്തന്മാരാണ്, എനിക്ക് തോക്കിന് ലൈസൻസ് വേണം, അപ്പോൾ നിങ്ങൾക്ക് സെക്യൂരിറ്റി വേണം, സെക്യൂരിറ്റി ഒന്നും വേണം, എനിക്ക് തോക്ക് തന്നാൽ മതി, ഞാൻ മാനേജ് ചെയ്തോളാം. ഈ ഡയലോഗൊക്കെ പറഞ്ഞിട്ടുണ്ട് അൻവർ. സി ഈസ് ഗോയിങ് ത്രൂ എ വെരി ഡേഞ്ചറസ് ഫേസ് എന്ന് അദ്ദേഹമെങ്കിലും വിചാരിക്കുന്നു. നമുക്ക് അറിയില്ല, അങ്ങനെ ആയിക്കൂടെ, ആയിരിക്കാം. നമുക്കതിന് ഒരു സംശയത്തിൻ്റെ ആനുകൂല്യം അൻവറിന് കൊടുത്തല്ലേ പറ്റുള്ളൂ. കാരണം അൻവർ ഏറ്റുമുട്ടിയത് ചെറിയ ആൾക്കാരുമായിട്ടല്ല, അൻവർ ഏറ്റുമുട്ടിയിരിക്കുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറിയോടും. ഇന്നത്തെ നിലയ്ക്ക് അൻവർ ഉന്നയിച്ച ആക്ഷേപങ്ങളിൽ അൻവറിനൊന്നും നേടാൻ കഴിഞ്ഞില്ല, ഒന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഒരു കാര്യം, അന്വേഷണം നടത്തുന്ന മുഖ്യമന്ത്രി പറഞ്ഞു, അതൊരു അൻവറിൻ്റെ നേട്ടം തന്നെയല്ലേ. തൃശ്ശൂർ പൂരം കലക്കിയതിനെ കുറിച്ച് ഒരു അന്വേഷണം നടന്നിട്ടുണ്ടായിരുന്നു. അതിന് ആരും അത് ഫർദർ പെർസ്യൂ ചെയ്തില്ല. അതുകൊണ്ടാണ് വാസ്തവത്തിൽ അത് പെർസ്യൂ ചെയ്ത് ആ റിപ്പോർട്ട് പുറത്ത് കൊണ്ടുവരേണ്ടത് സുനിൽകുമാർ ആയിരുന്നു. സുനിൽകുമാർ ഇത്രയും കാലം ഉറങ്ങിക്കിടന്നു. ഇപ്പോൾ അൻവറിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ട് ആ റിപ്പോർട്ട് കൊണ്ടുപോകാന്നൊക്കെ പറയുന്നു. എവിടെ പോയിരുന്നു സുനിൽകുമാർ ഇത്രയും കാലം? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇത്രയും നാളായില്ലേ, എനിക്ക് ആ റിപ്പോർട്ട് കാണണം, അതിനകത്ത് കള്ളത്തരം നടന്നിട്ടുണ്ട് എന്നൊക്കെ പറയണ്ടേ. അത് CPIക്ക് ന്യായമായിട്ടും ചോദിക്കാൽ ബഹളം വയ്ക്കാതെ തന്നെ അകത്തൂടെ തന്നെ ചോദിച്ച് അത് ക്ലിയർ ചെയ്യാവുന്നതാണ്. അല്ലാതെ ഇപ്പോൾ അൻവറിൻ്റെ തോളത്ത് കയറി സുനിൽകുമാർ ആരോപണം ഉന്നയിക്കുന്നത് അത് ഭംഗിയായില്ല. ഏതായാലും അൻവർ ഒന്ന് ക്ഷീണിച്ചു എന്നാണ് എൻ്റെ ഒരു തോന്നൽ. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, അൻവർ ഇപ്പോൾ പോയിട്ട് പിണറായി വിജയനെ ഇടിച്ച് താഴെ ഇടുമെന്നും, പിണറായി വിജയൻ്റെ അവിടെ സത്യാഗ്രഹം ഇരുന്നിട്ട് കൈയോടെ P ശശിയെ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റുന്നു, ADGPയോട് അവധിയിൽ പോകാനൊക്കെ പറയുന്നു. അത് കഴിഞ്ഞിട്ട് സ്ലോ മോഷനിൽ അൻവർ ഇറങ്ങി വരുന്നു. ഇങ്ങനൊരു ചിത്രമായിരുന്നു സുനിൽ അടക്കമുള്ള പത്രക്കാരുടെ മനസ്സിൽ. അതുണ്ടായില്ല. കാര്യങ്ങൾ മുഖ്യമന്ത്രി ശ്രദ്ധാപൂർവം കേട്ടു. എന്നിട്ട് ശരി അൻവർ, ഞാൻ ആലോചിച്ച് വേണ്ടത് ചെയ്യാം, അൻവർ ഇറങ്ങി. അപ്പോഴാണ് നിങ്ങളുടെ ചിത്രത്തിലുള്ള ഈ പുലി സ്ലോ മോഷനിലൊന്നുമല്ല സാധാരണ നടത്തുന്നത് പുറത്തേക്ക് വരിക. അത് കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നി, പുലി എലിയായിടാ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വിട്ടു. പക്ഷെ പിണറായി ആലോചിച്ച് വേണ്ടത് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. വേണ്ടത് ചെയ്യുമെന്ന് അല്ല, അത് വേണ്ടത് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ഒക്കെ ചെയ്യും. ഇതിലും വലിയ കാര്യങ്ങളൊക്കെ ഞാനതുകൊണ്ടാണ് പറയുന്നത്, ഈ പഴയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കാണാത്തവർക്ക് ഇതൊക്കെ വലിയ അത്ഭുതമാണെന്ന് തോന്നുന്നു. ആന്ധ്രാരി കുംഭകോണത്തിൽ ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റിയാണല്ലോ, മറ്റേത് കമ്മീഷനായിരുന്നു. കേരള ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന റിട്ടയർ ചെയ്ത PT രാമൻ നായർ കമ്മീഷൻ, അദ്ദേഹം അഴിമതി നടന്നു എന്ന് പറഞ്ഞ് എഴുതി കൊടുത്ത റിപ്പോർട്ട് അപ്പാടെ തള്ളിക്കളഞ്ഞു EMS. അന്വേഷിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു, റിപ്പോർട്ട് അംഗീകരിച്ചില്ല മന്ത്രിസഭ. ഇപ്പം നിങ്ങൾക്ക് തൃശ്ശൂർ പൂരം കലക്കിയ റിപ്പോർട്ട് കാണാനില്ലെന്നല്ലേ ഉള്ളൂ. മറ്റേത് അങ്ങനെയല്ല, മന്ത്രിസഭ കൂടിയിട്ട് റിജക്റ്റ് ചെയ്തു റിപ്പോർട്ട്. എത്ര പേരെ വെടിവെച്ചു. പിണറായി വിജയൻ മാവോയിസ്റ്റുകൾ ഒഴിച്ചാൽ സാധാരണക്കാരെ വെടിവെച്ചിട്ടില്ല. ഇല്ല. അത് ഞാൻ പറയുന്നത്, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിശ്വരൂപം നിങ്ങൾ കണ്ടിട്ടില്ല. ഇപ്പോൾ കാണുന്നത് മയപ്പെട്ട കാശൊക്കെ ഉണ്ടാക്കുന്ന കുറച്ച് പെണ്ണ് കേസ് അലമ്പൊക്കെ ആയിട്ട് നടക്കുന്ന മറ്റൊരു പാർട്ടി, അതിൻ്റെ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിപ്പോയിന്നേ ഉള്ളൂ. അല്ലാതെ അവരുടെ ആ ഒറിജിനൽ സ്വഭാവം അത് കണ്ടവർക്ക് ഇത് നിസ്സാരമെന്ന് തോന്നും. അത് കണ്ടിട്ടുള്ളവനാണ് ഞാൻ. അതുകൊണ്ടാണ് ഇത് എന്നെ പിടിച്ച് കുലുക്കാത്തത്. ഈ പറഞ്ഞ പോലെ മല എലിയെ പ്രസവിച്ചു എന്നൊക്കെ തോന്നുന്നത് അതുകൊണ്ടാണ്. എനിക്കിത് നേരത്തെ അറിയാം ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ കഥ തുടരും. ഈ കഥ ഇടയ്ക്കിടയ്ക്ക് അനത്തും പിടിക്കുകയൊക്കെ ചെയ്ത്. പക്ഷേ പഴയൊരു ടെമ്പോ ഉണ്ടാവത്തില്ലല്ലേ? പഴയൊരു മുറുക്കം ഉണ്ടാവില്ല. പഴയ മുറുക്കം ഉണ്ടായെന്നും വരാം. കാരണം വേറൊരു വോയിസ് ക്ലിപ്പ് മതി ടെൻഷൻ ഉണ്ടാക്കാൻ. മലയാളിയെ സമയത്തോളം വോയിസ് ക്ലിപ്പാണ് ഏറ്റവും അവസാനം. ഒരു വീഡിയോ ക്ലിപ്പ് ഉണ്ടെങ്കിൽ സന്തോഷം. വോയിസ് ക്ലിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ആഘോഷമാണ് തുടങ്ങും. അതുകൊണ്ട് വീണ്ടും ടെമ്പോ ഉണ്ടായെന്നൊക്കെ വരാം. അപ്പോൾ അൻവർ എലിയായോ പുലിയായോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. മാത്രമല്ല അൻവറിൻ്റെ ഒറ്റയ്ക്കല്ല എന്നറിയാമല്ലോ, അൻവറിൻ്റെ കൂട്ടാളികളുണ്ടാകും. അവർ പറയും ഒരു 2 ആയുധം അവിടെ വെച്ചേക്ക് ചേട്ടാ, കാരണം ഇത് ഏറ്റില്ലെങ്കിലേ
ഒരു 3 മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ പൊട്ടിക്കാം. സംസ്ഥാന സമ്മേളനത്തിന് തൊട്ട് മുമ്പായിട്ട് നമുക്ക് പൊട്ടിക്കണം. ഉള്ള ആയുധം എല്ലാം കൂടെ അങ്ങോട്ട് കൊണ്ടുചെന്ന് കൊടുക്കരുത്. കാരണം അതിനുള്ള കൗണ്ടർ എല്ലാം അവർ തയ്യാറാക്കണം. ഇപ്പോൾ 2 എണ്ണം 3 എണ്ണം 5 എണ്ണം നമുക്ക് കയ്യിൽ വയ്ക്കാമെന്ന് പറയും. അത് മിക്കവാറും വോയിസ് ക്ലിപ്പ് ആയിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇനിയും വരും. സപ്പോസ് ഇപ്പോൾ ഉള്ള LDF കൺവീനർ ടി.പി. രാമകൃഷ്ണൻ അൻവറിനോട് പറയുന്നു, അൻവർ പത്രസമ്മേളനത്തിന് അതിൽ നമുക്ക് പോവാതെ നമുക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാം. ശശിയല്ലേ പ്രശ്നം, അത് ഞാൻ ഏറ്റവും നമുക്ക് നോക്കുമ്പോൾ കുറച്ച് സമയം അൻവർ ഇങ്ങനെ ചുമ്മാ കടുക് പൊട്ടുന്ന പോലെ ഇങ്ങനെ പൊട്ടാതെ എന്ന് പറയുന്ന ഒരു വോയിസ് ക്ലിപ്പ് സങ്കല്പത്തിൽ കേട്ടോ. ടി.പി. രാമകൃഷ്ണൻ അങ്ങനെ പറഞ്ഞു ഞാൻ ആരോപിക്കുകയല്ല. ഇങ്ങനൊരു വോയിസ് ക്ലിപ്പാണ് പുറത്തു വരുന്നതെങ്കിലോ അത് വീണ്ടും ഒരു അഗ്നിപർവ്വതം പൊട്ടലാണ്. അത് വരുന്നത് സംസ്ഥാന സമ്മേളനത്തിന് തൊട്ട് മുമ്പാണെങ്കിലോ വലിയൊരു സ്ഫോടനം നടക്കും. ആ സ്ഫോടനം ഈ പറഞ്ഞ പോലെ ഏത് സ്ഫോടനവും കുറച്ച് ദിവസം കഴിയുമ്പോൾ അടങ്ങും. ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് വരാം. അപ്പോൾ സമ്മേളന കാലത്ത് ഇനിയും ഉണ്ടാവാനാണ് സാധ്യത. കാരണം അൻവറിന് കയ്യിലുള്ള മുഴുവൻ ആയുധങ്ങളും അൻവർ പുറത്തെടുത്തു എന്ന് ഞാൻ കരുതുന്നില്ല. അൻവർ ഒരു ചെറിയ മീനല്ല. അതല്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.